സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. NH66 വർക്കില് വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ അവസാന ഫിനിഷിംഗ് വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൽ തന്നെ വരുന്ന 2 പാലങ്ങളുടെ ഭാഗത്തും അതിൻ്റെ പാലത്തിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ വർക്കുകളാണെന്ന് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ വരുന്ന ടോൾ പ്ലാസന്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന മാമ്പുഴ പാലം. മാമ്പുഴ പാലത്തിന്റെ പുതിയ പാലത്തിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പഴയ പാലത്തിലൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ പുതിയൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 3 വരിയായിട്ടുണ്ട്. ഇനി ഇവിടെ ടോളിന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്ത് കുറച്ചുകൂടെ വീതി കൂടിയിട്ട് ഉള്ള ഒരു ഡിസൈനിലാണ് വരുന്നത്. ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കുകളാണ് ഇനി ചെയ്യാനുള്ളത്. മാമ്പുഴ പാലത്തിന്റെ ഭാഗത്ത് വരുന്ന വർക്കുകളാണ് ഈ കാണുന്നത്. ഇവിടെയും കൂടെ വർക്കുകൾ കംപ്ലീറ്റ് ആയാൽ വെങ്ങളം ടു രാമനാട്ടുകര ഭാഗത്തിൽ നിന്ന് എല്ലാ ഭാഗത്തും വർക്കുകൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ആണ് പാലത്തിന്റെ സൈഡിൽ വരുന്ന കൈവരികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നിന്ന് ഇനി വേസ്റ്റുകളൊക്കെ മാറ്റാനും ഇതുപോലെയുള്ള ഭാഗത്ത് ജോയിന്റിങ് ക്ലിയർ ചെയ്ത് ടാറിങ് ഒക്കെ ചെയ്യാനുള്ള വർക്കുകളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. അവിടെ മണ്ണ് ഫില്ലിങ് ചെയ്യാനുണ്ട്. അതുപോലെ ആ ഭാഗത്തും ഫ്രണ്ട് ഭാഗത്തും അങ്ങനെ മണ്ണ് ഫില്ലിങ് ചെയ്യാനുണ്ട്. ശേഷം ടാറിങ് വർക്ക് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആ ഭാഗത്തും ചെയ്യാനുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വെങ്ങളം ടു രാമനാട്ടുകര റീച്ചിന്റെ ഭാഗത്ത് അവസാനമായിട്ട് വരുന്ന വർക്കുകൾ. ഇതാണ് അറപ്പുഴ പാലം വരെ ഭാഗത്ത് കുറച്ച് വർക്കുകളുണ്ട്. ഈ ഭാഗത്താണ് ഇനി ജോയിന്റിങ്ങിന്റെ വർക്കൊക്കെ ചെയ്യാനുള്ളത്. ഇവിടെ കാണാൻ കമ്പികളൊക്കെ പൊങ്ങി കിടക്കുന്നത്. ഇവിടെ പഴയ പാലത്തിന്റെ ഒരു കൈവരികൾ ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് എടുത്തതാണ്. ഇത് കാണാൻ നമുക്ക് കട്ട് ചെയ്ത് എടുത്തത്. അതിങ്ങനെ ഇവിടെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ പാലും പുതിയ പാലും കൂടെ ഇനി ജോയിന്റിങ്ങിന്റെ ഒരു വർക്കുകൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ബാക്കി എല്ലാ വർക്കുകളും ഇവിടെ കംപ്ലീറ്റ് ആണ്. വാഹനങ്ങളൊക്കെ നല്ല വേഗത്തിൽ ചീറിപ്പായുന്നുണ്ട്. അപ്പോൾ പാലത്തിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെയാണ്. ഇവിടെയും മണ്ണ് ഫില്ലിംഗ് ആണ് ചെയ്യാനുള്ളത്. അതിന്റെ മുന്നേ വാളിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇതാണ് കോൺക്രീറ്റ് വാളിന്റെ വർക്ക് നടക്കുന്നത് കാണാം. ഇനി അത് കംപ്ലീറ്റ് ആയതിന് ശേഷം ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് ചെയ്യാനുണ്ട്. താഴെ ഭാഗത്തു നിന്ന് കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഒരു തോടുണ്ട്. ആ തോടിന്റെ ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഇതിന്റെ ഉൾഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഭാഗത്തൊരു പഴയ തോടുണ്ട്. പിന്നെ കുറെ ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഈ റീച്ചിൽ തന്നെ ഹൈലൈറ്റിന്റെ ഭാഗത്ത് വരുന്ന ഭാഗത്തുണ്ട്. പിന്നെ പന്തീരങ്കാവ് ഭാഗത്തൊക്കെ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ ഇനിയും വരാനുണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് സർവീസ് റോഡ് ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. കാണാം, ഇങ്ങനെയാണ് ഇവിടെ കിടക്കേണ്ടത്. ഇനി ഇവിടെയൊക്കെ വർക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. ഇവിടെ കാണാം വേസ്റ്റ് ഒക്കെ കൂട്ടി കിടക്കുന്ന പോലെ. ഇതാണ് പഴയ പാലത്തിന്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടത്. ഇവിടെ കാണാം നമുക്ക്. അങ്ങോട്ട് ഇനി ആ തോടിന്റെ ഭാഗത്തേക്കൊക്കെ ഇനി വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കുറേ വർക്കുകൾ ഇനിയും ഉണ്ട്. ഇവിടെ ഉദ്ഘാടനമൊക്കെ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുന്ന അടുത്ത വർഷത്തിൽ ഉദ്ഘാടനം ഉണ്ടാവും എന്നൊക്കെ. അപ്പോഴേക്കും വർക്കുകൾ കംപ്ലീറ്റ് ആവുമോ എന്നറിയില്ല. അപ്പോൾ അറപ്പുഴ പാലത്തിൻ്റെ വർക്കുകളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ബാക്കിയുള്ള വർക്കുകൾ എന്താണ് അവിടെ ഇനി ചെയ്യാനുള്ളതെന്ന്. ഈ റീച്ചിൽ തന്നെ വന്നിട്ടുള്ള ഒരേ ഒരു ഫുട് ഓവർ ബ്രിഡ്ജാണ് ഇത്. പന്തീരങ്കാവ് ഈരാട്ടുകുന്ന് ഭാഗത്തേക്ക് പോകുന്ന അകത്തൊക്കെ വന്നിട്ടുള്ള, കണ്ടില്ലേ, ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് ഈരാട്ടുകുന്ന് എന്നുള്ള. ഈ ഭാഗത്തൊരു സ്കൂളൊക്കെ ഉണ്ട്. സ്കൂളിൻ്റെ ഒക്കെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വരുന്ന ഒരേ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇനി ഉണ്ടാന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. ഇങ്ങനെയാണ് കയറിപ്പോകുന്ന ഭാഗത്തൊക്കെ ഒരു നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊടുത്ത പോലെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സീറ്റുകളൊക്കെ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്തിട്ടുള്ളത്.
കുറേ സ്റ്റെപ്പുകൾ കയറി പോകണം. എന്നാലും ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ഒരു വഴിയായി. കുറേ പേര് ഇപ്പോഴും ഹൈവേ ചാടിക്കടന്നൊക്കെയാണ് പോകുന്നത്. അതൊക്കെ വലിയ അപകടങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. അടിയില്ലേ, അടിപൊളിയായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മുകളിൽ ഷീറ്റ് വർക്കൊക്കെ ചെയ്ത് ഇവിടെ ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഹൈവേ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇവിടെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കാണാൻ. ഇവിടെ 1 2 3 4 5 6 7 8 ഏകദേശം 10 ലൈറ്റുകളോളം കൊടുത്തിട്ടുണ്ട്. ട്യൂബ് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാഹനങ്ങൾ പോകുന്ന കാണുക എന്തൊരു ഭംഗിയിലാണ് ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ. സ്കൂൾ കുട്ടികൾ ഇതുപോലെ സൈക്കിളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കയറ്റാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതാണ് ഫുട് ഓവർ ബ്രിഡ്ജിന്റെ ഉൾവശം. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങോട്ട് പേര് കൊടൽ നടക്കാവ് എന്നാണ്. അപ്പോൾ നമുക്കിനി അറപ്പുഴ പാലത്തിന്റെ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അറപ്പുഴ പാലത്തിന്റെ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. 3ാമത്തെ പാലാണ് ഇവിടെ വരുന്നത്. കാണാം ഫില്ലറിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുഴൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഫില്ലറിന്റെ വർക്കുകൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഗർഡറുകൾ വെക്കാനുള്ള വർക്കുകളാണ് വരാനുള്ളത്. ഗർഡറുകൾ പുറത്തുനിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് വെക്കലാണ്. ഇവിടെ അടുത്തൊന്നും എവിടെയും കാണുന്നില്ല, റോഡിലൊന്നും കാണുന്നില്ല എവിടെയാണ് ഗർഡറുകൾ നിർമ്മിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ പാലത്തിൻ്റെ ഫില്ലറിൻ്റെ വർക്കുകൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ കാണാൻ ഇതിനാവശ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ഓരോ ബോട്ട് പോലുള്ള ഓരോ സംഭവങ്ങളൊക്കെ അതൊക്കെ എടുത്തു മാറ്റാനുണ്ട്. അതാണ് പഴയ പാലാണ് സെൻറ്ററിൽ കാണുന്നത്. പുതിയ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് പാലം അവിടെ കാണാം. അപ്പോൾ പഴയ പാലം 2 ലൈനായിട്ടാണ് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അതിന് ഒരു കൂട്ടി യോജിപ്പിച്ച് പാലത്തിൻ്റെ വീതി ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. അതിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. പാലത്തിൻ്റെ അടിഭാഗത്ത് തന്നെയാണ് വർക്കേഴ്സൊക്കെ താമസിക്കുന്നത്. അവരെ കിച്ചണും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. ഇതാണ് പുതിയ പാലം. 3 പാലത്തിൻ്റെ പില്ലറുകൾ ഇങ്ങനെ ഇവിടുന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. പഴയ പാലത്തിന് 3 ഗർഡറുകളാണ് കൊടുത്തിട്ടുണ്ട്. പുതിയ പാലത്തിന് 5 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അവിടെ ഒരു 3 എണ്ണം കൂടെ വരും. അപ്പോൾ ഇവിടെ 5ഉം 6 ബീമുകളായി വരും. ഇവിടെ 5 എണ്ണമായി വരും. അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിനി സൈഡിൽ ഫുട്പാത്തുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വീതി വേണ്ടി വരും. അങ്ങനെയാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ചില ഭാഗത്തൊന്നും ഇങ്ങനെ എക്സ്ട്രാ പാലം കൊടുത്തിട്ടില്ല. പൊന്നാനി ഭാഗങ്ങളിൽ അങ്ങനെയുള്ള ഭാഗത്തൊന്നും. അതുപോലെ കൂരിയാട് ഭാഗത്ത് വരുന്നൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ഭാഗത്തൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ പല ഭാഗങ്ങളിലും പല ഡിസൈനിലും രീതിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഭാഗത്തു നിന്നുള്ള സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ പാലത്തിൻ്റെ അടിഭാഗത്തൂടെ ഇങ്ങനെ കടന്നിട്ടാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ പോകുന്നത്. ഇവിടെ നിന്ന് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ പാലത്തിൻ്റെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കാം ഈ ഭാഗത്ത് ഇതുവഴിയാണ് ഇപ്പോൾ ഈ ഹൈവേൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വാഹനങ്ങളൊക്കെ പോകുന്നത്. ഇവിടം വരെയാണ് സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഡ്രൈനേജ് കാണാം. ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ വാള് കൊടുത്തത്. അപ്പം ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ ആ സൈഡിലൂടെയാണ് വന്നത്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോവുകയാണ്.
ഇവിടെ പഴയ പാലത്തിന്റെ ഒരു ഇത് കാണാം, പില്ലർ കാണാം. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.